പക്ഷി ഓർ ദീമക്. നോക്കൂ, അല്ല നോട്ടൊക്കെ എഴുതിയിട്ടില്ലായിരുന്നോ? പക്ഷി അപ്പനെ പങ്ക് ദേക്കർ ദീമക്ക് ലേത്താഹി. പക്ഷി തന്റെ തൂവല് കൊടുത്തിട്ട് ചിതല് വാങ്ങുന്നു. പക്ഷി തന്റെ തൂവല് കൊടുത്തിട്ട് എന്ത് വാങ്ങുന്നു? ചിതല് വാങ്ങുന്നു. യഹാം പക്ഷി കാ കോൺസ മനോഭാവ് പ്രകട ഹോത്താഹി. ഇവിടെ പക്ഷിയുടെ ഏത് മനോഭാവമാണ് പ്രകടമാകുന്നത്? പക്ഷിയുടെ ഏത് മനോഭാവമാണ് പ്രകടമാകുന്നത്? നൗജവാൻ പക്ഷിക്കോ അപ്പനെ ഭവിഷ്യ और अस्तित्व के संबंध में कोई चिंता नहीं है. നൗജവാൻ പക്ഷിക്ക് തന്റെ ഭാവിയെ പറ്റിയോ നിലനിൽപ്പിനെ പറ്റിയോ കോയി ചിന്ത നഹീഹെ, യാതൊരു ചിന്തയും ഇല്ല. അപ്പൊ നൗജവാൻ പക്ഷിക്ക് എന്താണ്? തന്റെ ഭാവിയെ പറ്റിയോ നിലനിൽപ്പിനെ പറ്റിയോ യാതൊരു ചിന്തയുമില്ല. ബഹുമേഹനത്തൊക്കെ ബിന മിലേ ഭോജൻ, അത് അധ്വാനിക്കാതെ കിട്ടുന്ന ആഹാരം, അല്ലയോ? കഷ്ടപ്പെടണ്ടല്ലോ. അങ്ങനെ കിട്ടുന്ന ആഹാരം ദീമക്ക് കാനേക്ക, എന്താണ്? ചിതല്, അല്ലയോ? അധ്വാനിക്കാതെ കിട്ടുന്ന ആഹാരമായ ചിതല് തിന്നാനുള്ള ഒരു മനോഭാവമാണ് അതിനുള്ളത്. അപ്പൊ ഏതായാലും കഷ്ടപ്പെടാതെ തിന്നുക, എന്നിട്ട് അതിന്റെ നിലനിൽപ്പ് അതെന്ത് ചെയ്യാണ്? നഷ്ടപ്പെടുത്തുകയാണ്. അതായത് അതിന്റെ ഓരോ തൂവലും അത് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ചോദ്യം നോക്കിക്കോ. ദീമക്ക് ഹമാര സ്വാഭാവിക ആഹാർ നഹീഹെ. ചിതല് നമ്മുടെ സ്വാഭാവികമായ ആഹാരമല്ല. ചിതല് നമ്മുടെ സ്വാഭാവികമായ ആഹാരമല്ല. ഓർ ഉൻകേലിയെ, അതിനു വേണ്ടി, ഉൻകേലി എന്താണ്? അതിനു വേണ്ടി അപ്പനെ പങ്കുത്തോ, തന്റെ തൂവല്, തന്റെ തൂവല് ഹർഗിജ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നഹി ദിയാ ജാ സക്തെ, കൊടുക്കാൻ കഴിയില്ല. ഇസ് കഥൻ കെ ആധാർ പർ, ഈ പറച്ചിലിനെ അടിസ്ഥാനമാക്കി വർത്തമാൻ സംസ്കൃതിക വിശ്ലേഷൺ കരെ, ഇന്നത്തെ ഈ കാലഘട്ടം ഒന്ന് വിശകലനം ചെയ്യൂന്നാ പറയുന്നത്. വർത്തമാൻ സംസാർമേ സബ് കുച്ച് ബദൽ രഹാ ഹെ, ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. വർത്തമാൻ സംസാർമേ സബ് കുച്ച് ബദൽ രഹാ ഹെ, ഇന്നത്തെ കാലഘട്ടത്തിലെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. ഹം അപ്പനെ സ്വാഭാവിക ഭോജൻ കോ ചോടുക്കർ, നാം നമ്മുടെ സ്വാഭാവികമായ ആഹാരം ഉപേക്ഷിച്ചിട്ട്, ബനാവട്ടി ചീസോം കെ പീച്ചെ ഭാഗ് രഹേ ഹെ, കൃത്രിമ സാധനങ്ങളുടെ പിറകെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഫൽസ്വരൂപ്, തൽഫലമായി ആജിക്കെ ലോക്, ഇന്നത്തെ ആളുകൾ കൈ രോഗോമേ ഹംസ് ഹോ രഹാ ഹെ, എന്താണ്? ഇന്നത്തെ ആളുകൾ ഒരുപാട് രോഗങ്ങളിൽ അകപ്പെടുന്നു. അപ്പൊ ഇന്നത്തെ രോഗത്തിന്റെ ഒക്കെ ഒരുപാട് കാരണം എന്ത് തന്നെയാണ്? ഈ ആഹാര രീതികളാണ്, ഈ ഫാസ്റ്റ് ഫുഡാണ് ഇന്നത്തെ രോഗത്തിന്റെ പ്രധാന കാരണം. അപ്പൊ ഇവിടെ ഇന്നത്തെ ഈ പക്ഷി ഇതും അതുപോലെ തന്നെ ഇന്നത്തെ സംസ്കാരത്തെ പറ്റി ഒന്ന് വിശകലനം ചെയ്യാനൊക്കെ അല്ലേ പറഞ്ഞത്. അപ്പൊ ഇന്നത്തെ കാലത്ത് എന്താണ്? എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ സ്വാഭാവികമായ ആഹാരം ഉപേക്ഷിച്ചിട്ട് കൃത്രിമ സാധനങ്ങളുടെ പിറകെ പോയിക്കൊണ്ടിരിക്കുന്നു. തൽഫലമായി ഇന്നത്തെ ആളുകൾ ഒരുപാട് രോഗത്തില് അകപ്പെടുന്നു. പക്ഷിക്കോ ബേവ്കോ കഹനേക്ക് സംബന്ധമേ ആപ്കി രായ് ക്യാ ഹെ, പക്ഷേ വിഡ്ഢി എന്ന് പറയുന്നതിനെ പറ്റി, ബേവ്കൂഫ് എന്ന് പറഞ്ഞാല് വിഡ്ഢികള്, പക്ഷേ വിഡ്ഢി എന്ന് പറയുന്നതിനെ പറ്റി ആപ്കി രായ് ക്യാ ഹെ, താങ്കളുടെ അഭിപ്രായം എന്താണ്? പക്ഷിക്ക് അസ്തിത്വ ഹെ അപ്പന പങ്ക്, പക്ഷിയുടെ നിലനിൽപ്പാണ് അതിന്റെ തൂവല്, അല്ലയോ? അസ്തിത്വം, എന്തോ അസ്തിത്വം എന്ന് പറഞ്ഞാല് നിലനിൽപ്പ്, പക്ഷിയുടെ നിലനിൽപ്പാണ് അതിന്റെ തൂവല്. വഹ് പങ്ക് നഷ്ടു ഹോത്തേ ഹെ, ആ തൂവല് നഷ്ടപ്പെടുത്തുമ്പോൾ ഉസ്കാ ജീവൻ ആപത്തുമേ ഹംസ് ഹോത്താ ഹെ, അതിന്റെ ജീവിതം എന്താകുന്നു? ആപത്തിൽ അകപ്പെടുന്നു. ഗാഡി വാലയൊക്കെ പ്രലോഭന്മേ ഹംസകർ, വണ്ടിക്കാരന്റെ പ്രലോഭനത്തിൽ അകപ്പെട്ട് പക്ഷി അപ്പന പങ്ക് നഷ്ടു ഹോത്താ ഹെ, പക്ഷി എന്ത് ചെയ്യുന്നു? അതിന്റെ തൂവല് നഷ്ടപ്പെടുത്തുന്നു. ഇസ്ലിയെ, ഇതുകൊണ്ട് ബിൽക്കുൽ ബേവ്കൂഫ് ഹെ, അതെന്താണ്? തീർത്തും വിഡ്ഢി തന്നെയാണ്. അപ്പൊ എന്താ പക്ഷിയെ വിഡ്ഢി എന്ന് പറയുന്നതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പൊ പക്ഷിയുടെ നിലനിൽപ്പാണ് അതിന്റെ തൂവല്, അത് നഷ്ടപ്പെടുത്തുമ്പോൾ അതിന്റെ ജീവൻ ആപത്തിൽ അകപ്പെടുന്നു. വണ്ടിക്കാരന്റെ പ്രലോഭനത്തിൽ അകപ്പെട്ട് അത് തന്റെ തൂവൽ നഷ്ടപ്പെടുത്തുന്നു. അതുകൊണ്ട് തീർത്തും എന്ത് തന്നെയാണ്? വിഡ്ഢി തന്നെയാണ്. ബേവ്കൂഫ് എന്ന് പറഞ്ഞാൽ വിഡ്ഢി. പക്ഷി ഓർ ദീമക് കഹാനിക്ക് ടിപ്പണി, കേട്ടോ. പക്ഷിയും ദീമക്കും എന്ന കഥയെപ്പറ്റി ഒരു കുറിപ്പ് തയ്യാറാക്കുക.
പക്ഷി ഓർ ദീമക് കഹാനി മുക്തിബോധ് കി ഹെ. പക്ഷിയും ദീമക്കും എന്ന കഥ ആരുടേതാണ്? മുക്തിബോധിന്റേതാണ്. ഇസ്മേക്ക് നൗജവാൻ പക്ഷി, ഇതിലൊരു നൗജവാൻ അല്ലെ, ചെറുപ്പക്കാരനായ പക്ഷി. അപ്പന പങ്ക് ദേക്കർ, തന്റെ തൂവല് കൊടുത്ത്. ദീമക് ഖരീദ്കർ ഖാനേക്ക്, ചിതല് തിന്നാനുള്ള ആദീഹ് ശീലമാണ്. അപ്പനെ പരിവാർ വാലോങ്കെ ഉപദേശ് വഹ നകാർത്താഹെ, തന്റെ കുടുംബാംഗങ്ങളുടെ ഉപദേശം പോലും അത് നിരസിക്കുന്നു. നകാർന നിരസിക്കുക, പരിവാർ വാല കുടുംബാംഗങ്ങൾ, തന്റെ കുടുംബാംഗങ്ങളുടെ ഉപദേശം പോലും നിരസിക്കുന്നു. അന്തുമേ അവസാനം, സബ് പങ്ക് നഷ്ടുഹോനേപ്പർ, എന്താണ് അതിന്റെ എല്ലാ തൂവലും നഷ്ടപ്പെട്ട്, ബഹു വിവശ്യു ഹോത്താഹെ, അത് വല്ലാതെ വിഷമിക്കുന്നു. ദീമക്കോംകി ഇക്കട്ടാക്കാർക്ക്, ചിതല് ശേഖരിച്ച്, ഇക്കട്ട ശേഖരിക്കുക, ചിതല് ശേഖരിച്ചിട്ട് ഉസ്കെ ബദല് അതിനു പകരം വ്യാപാരിസെ പങ്ക് വാപ്പസ് ലേനേക്ക, വ്യാപാരിയിൽ നിന്ന് തൂവല് മടക്കി വാങ്ങാൻ, തിരിച്ചു വാങ്ങാൻ, വാപ്പസ് ലേനേക്ക തിരിച്ചു വാങ്ങാനായിട്ട് ബഹു പ്രയത്ന കർത്താക്കി, അതെന്ത് ചെയ്യുന്നു? പ്രയത്നിക്കുന്നു. ലേക്കിൻ പക്ഷേ, ബഹു ദോക്ക ഖാത്താഹെ, എന്ത് ചെയ്യുന്നത്? ചതിക്കപ്പെടുകയാണ്. ദോക്ക ഖാന എന്ന് പറഞ്ഞാൽ എന്താണ്? ചതിക്കപ്പെടുന്നു. അന്തമേ അവസാനം, ഏക്ക് കാലി ബില്ലിക്ക് ചപേട്ടുമേ ആ ജാത്താഹെ, ഒരു കറുത്ത പൂച്ചയുടെ പിടിയിൽ അകപ്പെടുന്നു. കറുത്ത പൂച്ചയുടെ പിടിയിൽ അകപ്പെടുന്നു. ശോഷൺ കെ ഈ സമാനേമേ, ചൂഷണത്തിന്റെ ഈ കാലഘട്ടത്തിൽ, യഹ് കഹാനി, ഈ കഥ, ബിൽക്കുൽ പ്രാസംഗികേ, വളരെ പ്രസക്തമാണ്. ശോഷണം എന്ന് പറഞ്ഞാൽ ചൂഷണം അല്ലയോ? അപ്പൊ ആ പക്ഷിയെ ചൂഷണം ചെയ്തത് അല്ലയോ? അതിന്റെ മനോഹരമായ തൂവല് ആര് കൊണ്ടുപോയി? വണ്ടിക്കാരൻ ഈ 2 ചിതൽ വീതം കൊടുത്ത് കൊണ്ടുപോയത്. അപ്പൊ അതൊന്നുകൂടെ ഒന്ന് നോക്കിക്കോ, ഓടിച്ചൊന്നുകൂടെ ഒന്ന് പറയാം. പക്ഷി ഓർ ദീമക് കഹാനി ആരുടേതാണ്? മുക്തിബോധിന്റേതാണ്. ഇതിലൊരു നൗജവാൻ പക്ഷി തന്റെ തൂവല് കൊടുത്ത് ചിതല് വാങ്ങി തിന്നാനുള്ള ഒരു ശീലമാക്കി. തന്റെ കുടുംബാംഗങ്ങളുടെ ഉപദേശം പോലും അത് നിരസിക്കുന്നു. അവസാനം എല്ലാ തൂവലും നഷ്ടപ്പെട്ടത് വളരെയധികം വിഷമിക്കുന്നു. ചിതലുകൾ ശേഖരിച്ച് അതിന് പകരം ചിതൽ കൊടുത്തിട്ട് വ്യാപാരിയിൽ നിന്ന് തൂവൽ വാങ്ങാൻ അത് പ്രയത്നിക്കുന്നു. പക്ഷെ അത് ചതിക്കപ്പെടുന്നു. അവസാനം ഒരു കറുത്ത പൂച്ചയുടെ പിടിയിൽ അകപ്പെടുന്നു. ചൂഷണത്തിന്റെ ഈ കാലഘട്ടത്തിൽ ഈ കഥ വളരെ പ്രസക്തമാണ്. ഇനി നമ്മൾ ഓരോ പട്കഥയും നോക്കിക്കോണം. കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പട്കഥയായിരുന്നു TV പഠിച്ചത്. അപ്പൊ അതുപോലെയാണ് നമ്മൾ പട്കഥ എഴുതുന്നത്. അപ്പൊ ഇതിനകത്ത് 3 പ്രധാന ഭാഗങ്ങളുണ്ട്. അത് 3 ഞാൻ തന്നിട്ടുണ്ട്, നോക്കൂ. ഏക് ദിൻ വഹ് നൗജവാൻ പക്ഷി സെമീൻ പർ ചൽത്തി ഹുയി, ഒരു ദിവസം നമ്മുടെ ചെറുപ്പക്കാരനായ പക്ഷി താഴെ കൂടെ പോകുന്ന ഏക് ബൈൽഗാഡിയോ ദേഖ് ലേത്താ ഹെ, ഒരു കാളവണ്ടിയെ കാണുന്നു. ഉസ്മേ ബഡേ ബഡേ ബോരെ ഭരേ ഹുയേ ഹെ, അതില് വലിയ വലിയ ചാക്കുകൾ നിറച്ചു വെച്ചിരിക്കുന്നു. അപ്പൊ കാളവണ്ടി നിറയെ എന്താണ്? ചാക്കുകൾ നിറച്ചിരിക്കുന്നു. ഗാഡിവാല ചില്ല ചില്ലാക്കർ കഹുത്താഹെ, വണ്ടിക്കാരൻ ഉറക്കെ വിളിച്ചു പറയുന്നു. ദോ ദീമക്കെ ലോ ഏക്ക് പങ്കുതു, 2 തൂവല്, ഒരു തൂവലിന് 2 ചിതല് തരാമെന്ന്. ഇസ് അംശുക പട്കഥ, ഈ ഭാഗത്തിന്റെ പട്കഥ. അപ്പൊ നമ്മൾ അവിടെ ദൃശ്യം 1 അല്ലെങ്കിൽ സീൻ 1 എന്ന് എഴുതുന്നു. പിന്നെ സ്ഥലം എഴുതും, സമയം എഴുതും ഇല്ലേ? സ്ഥലം എഴുതും, സമയം എഴുതും. അവിടെ സടക്ക്, സബേര അല്ലേ? സ്ഥലം റോഡ്, സടക്ക്. അതുപോലെ സമയം എപ്പോഴും ഇഷ്ടമുള്ള ഒരു സമയം എഴുതാം. സബേര ഇവിടെ എഴുതി. പേടുക്കെ ഡാലിപ്പർ ഏക്ക് പക്ഷി ആ ബൈഠാ. ഇനി നമ്മളവിടെ ദൃശ്യം എഴുതുന്നത്, അതാ നമ്മൾ അവിടെ ബ്രാക്കറ്റ് കൊടുക്കുന്നത്. വൃക്ഷത്തിന്റെ ശിഖരത്തിൽ, പേടുക്കെ ഡാലിപ്പർ, ഡാലി എന്ന് പറഞ്ഞാൽ ശിഖരം. വൃക്ഷശിഖരത്തിൽ ഏക്ക് പക്ഷി ആ ബൈഠാഹി, ആര് വന്നിരിക്കുന്നു? ഒരു പക്ഷി വന്നിരിക്കുന്നു. സടക്ക് സെ ഗാഡിവാല, റോഡിൽ നിന്ന് വണ്ടിക്കാരൻ, റോഡിലൂടെ, സടക്ക് സെ റോഡിലൂടെ, ഗാഡിവാല ബയൽഗാഡി ലേക്കർ ആത്താഹെ, വണ്ടിക്കാരൻ എന്തുകൊണ്ട് വരുന്നു? വണ്ടിക്കാരൻ കാളവണ്ടിയുമായിട്ട്, ബയൽഗാഡി എന്താണ്? കാളവണ്ടി, കാളവണ്ടിയും കൊണ്ടുവരുന്നു. ബയൽഗാഡിയുമേ ദീമക്കോംകെ ബോരെ ഭരേഹെ, കാളവണ്ടിയില് എന്താ അവിടെ നിറച്ചിരിക്കുന്നത്? ചിതല് ഇല്ലേ? ചിതലിന്റെ ചാക്ക് കണക്കിന് ചിതൽ അതിന് നിറച്ചു വെച്ചിരിക്കുന്നു. ഗാഡിവാലേക്ക് ദീമക്കെ ലേലോക്ക് ആവാസ് സുൻതി, അപ്പൊ വണ്ടിക്കാരന്റെ ശബ്ദവും നമുക്ക് കേൾക്കാം. അയാൾ എന്താ പറയുന്നത്? ചിതൽ വേണോ എന്ന് ചോദിക്കുന്നു. പക്ഷി ഓർ ഗാഡിവാല ബാത്ത് കർത്തേഹ്, അപ്പൊ വണ്ടിക്കാരനും പക്ഷിയും തമ്മിൽ
സംസാരിക്കുന്നു. ഇതാണ് നമ്മൾ അവിടെ കാണുന്ന ദൃശ്യം. അപ്പൊ എന്തൊക്കെയാ അവിടെ ദൃശ്യം കണ്ടത്? വൃക്ഷത്തിന്റെ ശിഖരത്തിൽ ഒരു പക്ഷി ഇരിക്കുന്നത് കണ്ടു, റോഡിലൂടെ ഒരു വണ്ടിക്കാരൻ പോകുന്നത് കണ്ടു. ഒരു കാളവണ്ടിയാണ്, കാളവണ്ടി നിറയെ ചിതലുണ്ട്. അപ്പോൾ അയാൾ അത് വിളിച്ചുകൊണ്ട് പോകുകയാണ്. ഇത് ചിതല് വേണോ, ചിതല് വേണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഈ പക്ഷി ഇറങ്ങി വരിക, അവർ രണ്ടുകൂടെ സംസാരിക്കുകയും ചെയ്യുന്നു. ഗാഡിവാല ദീമക്ക് ലേലോ, ചിതല് വേണോ? പക്ഷി ഓ ഗാഡിവാല, ഓ വണ്ടിക്കാര, ദീമക്കോം കാ ക്യാ ഭാവ് ഹേ, എന്താ ചിതലിന്റെ വില? ഭാവെന്ന് പറഞ്ഞാൽ വില. ഗാഡിവാല ഏക്ക് പങ്ക് ദേതോ, ഒരു തൂവല് താ. മേ ദോ ദീമക്ക് ദൂങ്ക, ഞാൻ എന്ത് തരാം? 2 ചിതലിനെ തരാം. അപ്പൊ ഒരു തൂവല് തരാമെങ്കിൽ 2 ചിതല് തരാം. പക്ഷി പങ്ക്, തൂവലോ? ഗാഡിവാല അതെ, പങ്ക്, തൂവല് തന്നെ. പക്ഷി ടീക്ക് ഹേ, ശരി. മേ ഏക്ക് പങ്ക് ദൂങ്ക, ഞാനൊരു തൂവല് തരാം. തും ദീമക്കെ ദോ, നിങ്ങൾ എന്ത് നൽകൂ? ചിതല് നൽകൂ. അങ്ങനെ പിന്നെ പക്ഷി എന്ത് ചെയ്യുന്നതാ നമ്മൾ കാണുന്നത്? പക്ഷി കഠിനായുസേ, പക്ഷി വളരെ ബുദ്ധിമുട്ടി. പങ്ക് തോടുക്കർ, അതായത് തൂവൽ ഒടിച്ച് ഗാഡിവാലയക്കോ ദേത്താഹെ, ആർക്ക് കൊടുക്കുന്നു? വണ്ടിക്കാരന് കൊടുക്കുന്നു. ഓർ ദോ ദീമക്കെ ലേക്കർ ഉഡ് ജാത്താഹെ, എന്നിട്ട് 2 ചിതലും കൊണ്ട് എന്ത് ചെയ്യുന്നു? അത് പറന്ന് പോകുന്നു. അതാണ് നമ്മൾ ആദ്യത്തെ പട്കഥയിൽ കാണുന്നത്. അപ്പോൾ 2 ചിതലിനെയും ചുണ്ടിൽ അമർത്തി പിടിച്ചുകൊണ്ട് ആര് പറന്നു പോകുന്നതാണ് നമ്മൾ കണ്ടത്? പക്ഷി പറന്നു പോകുന്നതാണ്. അപ്പൊ വളരെ പ്രയാസത്തോടെ ആ തൂവൽ ഒടിച്ചു കൊടുക്കുന്നത് കണ്ടു. എന്നിട്ട് 2 ചിതലും വാങ്ങിച്ചത് പറന്ന് പോകുകയാണ്. ഇനി അച്ഛൻ പറയുന്നതാണ് ഉസിനെ സമച്ചാനേക്ക് കോശിഷ്കി, ഇല്ലയോ? അയാൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. ബേട്ട ഹമാര സ്വാഭാവിക ആഹാർ നെഹി, അല്ലേ മോനെ, സ്വാഭാവികമായ ആഹാരമല്ല, അതിനുവേണ്ടി നീ എന്ത് ചെയ്യരുത്, നിന്റെ തൂവൽ ഒരിക്കലും കൊടുക്കരുത് എന്നും പറഞ്ഞ ഭാഗം നോക്കിക്കോ. അവിടെ ദൃശ്യം 2, രണ്ടാമത്തെ ദൃശ്യം. ഏക്ക് ഘന പേട്, ഒരു വലിയ വൃക്ഷം. ശാം കാ സമയം, വൈകുന്നേര സമയം. ദോ പക്ഷി പേടുക്കെ ഡാലി ബൈട്ടുകർ ബാത്ത് കർത്തേ ഹെ, 2 പക്ഷികള് വൃക്ഷത്തിന്റെ ശിഖരത്തിലിരുന്ന് കാര്യം പറയുന്നു. 2 പക്ഷികൾ എന്ത് ചെയ്യുന്നു? വൃക്ഷ ശിഖരത്തിലിരുന്ന് കാര്യം പറയുന്നു. ഏക്ക് ബേട്ട ഓർ ദൂസര പിതാഹെ, ഒന്ന് ആരാണ്? ഒന്ന് അച്ഛനും മറ്റ് മകനുമാണ്. ഏക്ക് ബേട്ട, ഒന്ന് മകനും, ദൂസര പിതാഹെ, മറ്റൊന്ന് അച്ഛനുമാണ്. പിതാ ബേട്ട തു ജോ കർ രഹാ ഹെ, മോനെ നീ ചെയ്യുന്നത് ബഹു ടീക്ക് നഹി ഹെ, ശരിയല്ല, നീ ചെയ്യുന്നത് ശരിയല്ല, ശരിയായ കാര്യമല്ല നീ ചെയ്യുന്നത്. ബേട്ട ഇസ്മേ ക്യാ ഗലത്തി ഹെ, എന്താണ് ഇതിൽ തെറ്റ്? ഞാൻ ചെയ്യുന്നതിൽ തെറ്റെന്താണ്? പിതാ തു അപ്പന അസ്തിത്വം നഷ്ടു ഹോത്താ ഹെ, നീ നിന്റെ നിലനിൽപ്പാണ് നഷ്ടപ്പെടുത്തുന്നത്. അപ്പൊ അച്ഛൻ എന്താ പറഞ്ഞത്? നീ നിന്റെ നിലനിൽപ്പാണ് നഷ്ടപ്പെടുത്തുന്നത്. ബേട്ട മേ ഏക്ക് പങ്ക് ദേത്താകും, ഞാൻ എന്റെ ഓരോ തൂവലല്ലേ കൊടുക്കുന്നുള്ളൂ. ഉസ്കെ ബദല ദീമക്കെ മിൽത്തീഹിം, അതിന് പകരമായിട്ട് എനിക്ക് എന്ത് കിട്ടുന്നു? എനിക്ക് ചിതല് കിട്ടുന്നുണ്ടല്ലോ. പിതാ ഏ ഹമാര സ്വാഭാവിക ആഹാർ നെഹി, ഇത് നമ്മുടെ സ്വാഭാവികമായ ആഹാരമല്ല. ഇസ്കേലിയെ, ഇതിനു വേണ്ടി അപ്പന പങ്ക് ദേന ബേവ്കൂഫ്, നിന്റെ തൂവല് കൊടുക്കുന്നത് മണ്ടത്തരമാണ്, വിഡ്ഢിത്തരമാണ്. ബേട്ട മുച്ചേ ദീമക്ക് ചാഹി, അപ്പം ബേട്ട എന്താ പറഞ്ഞത്? എനിക്ക് എന്ത് വേണം? ചിതല് വേണം. പിതാ തൂ ബെഡ പൂൽ കർ രഹാ ഹെ, നീ ഒരു വലിയ തെറ്റ് തന്നെയാണ് ചെയ്യുന്നത്, നീ വലിയ തെറ്റാണ് ചെയ്യുന്നത്. ബേട്ട ഗാഡിവാല ആത്താഹെ മേ ജാത്താഹും, അപ്പോൾ വണ്ടിക്കാരൻ വരുന്ന ശബ്ദം കേൾക്കുന്നു. അപ്പൊ ബേട്ട പറയുക, ദാണ്ട വണ്ടിക്കാരൻ വരുന്നു, ഞാൻ പോകുകയാണ്. ബ്രാക്കറ്റിൽ എന്താ ഉള്ളത്? ദൂർ സെ ഗാഡി വാലേക്ക് ആവാസ് സുൻതാ ഹെ, വളരെ അകലെ നിന്ന് ആരുടെ ശബ്ദം കേൾക്കാം? വണ്ടിക്കാരന്റെ ശബ്ദം കേൾക്കാം. നൗജവാൻ പക്ഷി ഉഡ് ജാത്താ ഹെ, നമ്മുടെ ചെറുപ്പക്കാരനായ പക്ഷി പറന്നു പോകുന്നു. പിതാ സ്തബ്ദ് ഹോക്കർ ബൈഠ്താ ഹെ, പിതാവ് എന്ത് ചെയ്യുന്നു? സ്തംഭിച്ച് അമ്പരന്ന് അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ നമ്മുടെ അവിടുത്തെ ഒരു പട്കഥയാണ് തീർന്നത്. മനസ്സിലായോ എല്ലാവർക്കും? മനസ്സിലായോ? അടുത്ത് നോക്കിക്കോ. ഇതൂടെ കഴിഞ്ഞിട്ട് എല്ലാവരോടും ചോദിക്കാം കേട്ടോ.
ഫിർ ഏക് ദിൻ ഏകായേക് വഹ് ഗാഡി വാല ദിഖാ ദിയ. ആ ഒരു ഭാഗമാണ്. ഒരു ദിവസം പെട്ടെന്ന് വണ്ടിക്കാരനെ കാണുന്നു. പക്ഷിക്ക് വലിയ സന്തോഷമാകുന്നു. അപ്പോൾ പക്ഷിയൊക്കെ പറയുന്നത് എന്താണ്? നിന്നെ ഞാൻ എത്രയോ നാളുകൊണ്ട് പ്രതീക്ഷിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നു അല്ലേ? അപ്പോൾ ആ ഭാഗത്ത് നോക്കിക്കോ. ദൃശ്യ 3, ദൃശ്യം 3, സെമി ശ്യാംകോ അല്ലേ? ഒരു തറ ഭൂമി, അതുപോലെ ശ്യാംകോ. ശ്യാംകോ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈകുന്നേരം. പക്ഷി ഒരു ഗാഡി വാല. ആരൊക്കെയാണ് കഥാപാത്രങ്ങള്? പക്ഷിയും വണ്ടിക്കാരനും. അപ്പൊ നോക്കെ, പക്ഷി സെമീൻ സെ ദീമക്കെ ഇക്കട്ട കറക്കെ ഗാഡി വാലൊക്കെ പ്രതീക്ഷ കർത്താഹെ. അപ്പൊ പക്ഷി അവിടെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ആരെയാ? വണ്ടിക്കാരനെ. അപ്പൊ എന്താ പറഞ്ഞത്? പക്ഷി തറയിൽ നിന്ന് ദീമക്കെ ഇക്കട്ട കർക്കെ, ചിതലുകള് ശേഖരിച്ച് ഗാഡി വാലയൊക്കെ പ്രതീക്ഷ കർത്താഹെ. ആരെ പ്രതീക്ഷിച്ചിരിക്കുന്നു? വണ്ടിക്കാരനെ പ്രതീക്ഷിച്ചിരിക്കുന്നു. ഐസെ അങ്ങനെ ഗാഡി വാലയൊക്കെ ദേഖ്താഹെ, വണ്ടിക്കാരനെ കാണുന്നു. ദോനോ ബാത്ത് കർത്തേഹെ, രണ്ടുപേരും സംസാരിക്കുന്നു. രണ്ടുപേരുടെയും കൂടെ സംസാരം എന്താണ്? പക്ഷി ഗാഡിവാല, ഓ ഗാഡിവാല, വണ്ടിക്കാരാ, ഗാഡിവാല ക്യാ, എന്താണ്? പക്ഷി മേ ബഹുത് അധിക ദീമക്കെ ജമാ കർലീഹേ. വണ്ടിക്കാരനോട് പക്ഷി പറയാണ്, ഞാൻ താണ്ട നോക്കിക്കേ, ഒരുപാട് ചിതലിനെ ശേഖരിച്ചു വെച്ചിരിക്കുന്നത്. ഗാഡിവാല മേ ക്യാ കർണ, അതിന് ഞാൻ എന്ത് ചെയ്യണം? പക്ഷി തുമാര ദീമക്ക് ലേലോ, നിന്റെ ചിതലിനെ എടുത്തോളൂ. ഓർ പങ്ക് വാപ്പസ് കർദോ, എന്നിട്ട് എന്റെ തൂവലിഞ്ഞ് തിരിച്ചു തരൂ. ഗാഡിവാല ടട്ടാക്കർ ഹസ്പട. ടട്ടാക്കർ ഹസ്പടന എന്ന് പറഞ്ഞാൽ അട്ടഹസിച്ച് ചിരിക്കുക. വണ്ടിക്കാരൻ എന്ത് ചെയ്യുന്നു? അട്ടഹസിച്ച് ചിരിക്കുന്നു. ബേവ്കൂഫ്, വിഡ്ഢി, യഹുമേര പങ്ക്. ബേവ്കൂഫ് എന്ന് പറഞ്ഞ് വിഡ്ഢി എന്ന് പറയുന്നു. അപ്പൊ പക്ഷി പറഞ്ഞ എന്താ? മേര പങ്കുതോ, എന്റെ തൂവല് തരൂ. ഗാഡിവാല പങ്കുക്കെ ബദല് ദീമക്കെ മുച്ചേ നേഹി. തൂവലിന് പകരം എന്റെ കയ്യിൽ, തൂവലിന് പകരം ചിതൽ എന്താണ്? മുച്ചേ നേഹി, എനിക്ക് വേണ്ട. തൂവലിന് പകരം, അതാ പങ്കുക്കെ ബദല്, തൂവലിന് പകരം, ദീമക്കെ മുച്ചേ നേഹി, ചിതൽ എനിക്ക് വേണ്ട. പക്ഷി തൂ മുച്ചേ ധോക്കാ ദിയ, നീ എന്നെ ചതിച്ചിരിക്കുന്നു. മേരാ ജീവൻ ആപത്ത് മേംഹെ, എന്റെ ജീവിതം എന്താണ്? ആപത്തിലാണ്. ഗാഡിവാല തു യഹാം ബൈഠോ, നീ ഇവിടെ ഇരുന്നോ. മേ ജാത്താഹും, ഞാൻ പോകുകയാണ്. ഗാഡിവാല ജാത്താഹെ. പിന്നെ നമ്മൾ ബ്രാക്കറ്റിൽ എന്ത് എഴുതിയിരിക്കുന്നത്? വണ്ടിക്കാരൻ പോകുന്നു. പക്ഷി സ്തബ്ദ് ഹോക്കർ ബൈഠാഹെ, പക്ഷി എന്ത് ചെയ്യുന്നു? സ്തംഭിച്ച് ഇരിക്കുന്നു അല്ലെ? അതാണ് മൂന്നാമത്തെ പട്കഥ. അപ്പൊ ഒന്നാമത്തെ പട്കഥയില് പക്ഷിയും വണ്ടിക്കാരനും കൂടെ അല്ലയോ കച്ചവടമൊക്കെ ഉറപ്പിച്ച് ചിതല് കൊണ്ടുപോകുന്നതാണ്. തൂവല് കൊടുത്തിട്ട് ചിതല് വാങ്ങിക്കൊണ്ട് പോകുന്നതാണ്. രണ്ടാമത്തെ പട്കഥയ്ക്കകത്ത് എന്താ പറഞ്ഞത്? അച്ഛൻ ഉപദേശിക്കുന്നതാണ് അല്ലയോ? അച്ഛനും മകനോടുള്ള കാര്യങ്ങളൊക്കെയാണ്. മൂന്നാമത്തേനകത്ത് എന്താ പറഞ്ഞത്? ഇപ്പോൾ പക്ഷി എന്ത് ചെയ്തിരിക്കുന്നു? മുകളിലാണ് പറക്കാനൊന്നും കഴിയുന്നില്ല അല്ലയോ? താഴേക്ക് ഇറങ്ങുമെന്ന് കുറെ ചിതലിനെ ശേഖരിച്ച് വെച്ചിട്ട് വണ്ടിക്കാരനെയും കാത്തിരുന്ന സമയത്ത് അയാൾ ആ വഴി പോകുന്നത് കാണുകയും അങ്ങനെ അയാളോട് വിളിച്ചു പറയുന്നു, എന്റെ തൂവല് ദാ നിങ്ങൾ ഈ ചിതൽ ഇത്രയും എടുത്തോണ്ട് പോന്ന് പറയുന്നു. അങ്ങനെ അയാൾ എന്ത് ചെയ്യുന്നു? തൂവല് തിരിച്ചു കൊടുക്കുന്നോ? ഇല്ല, അയാൾക്കത് വേണ്ട. അയാൾ പറഞ്ഞു, എനിക്ക് ചിതലൊന്നും വേണ്ട അല്ലയോ? അങ്ങനെ അയാൾ പറ്റിച്ചിട്ട് പോകുകയാണ്. അവസാനം പക്ഷെ എന്ത് ചെയ്യുന്നു? ആപത്തിൽപ്പെട്ട് അല്ലയോ സ്തംഭിച്ച് അങ്ങനെ ഇരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇത്രയും നോട്ട് എല്ലാവരും എഴുതിയായിരുന്നോ? സംശയ ഇത്രയാണ് ഇത് കേട്ടോ. ഈ നോട്ട് എല്ലാവരും എഴുതിയോ? എഴുതിയവരൊന്ന് കൈപൊക്കിക്കേ. ഈ നോട്ട്സ് ഇത്ര എഴുതിയവരൊന്ന് കൈപൊക്കിക്കേ. ഈ ലാസ്റ്റ് ഭാഗം വരെ എഴുതി എല്ലാവരും? നോട്ടൊന്നും എൻ്റെ കൈ കാണത്തില്ല കേട്ടോ, അതാ ഇതൊന്നും വരാത്തത്. ഞാൻ ചോദിക്കാൻ പോവാനേ, ഒരു ചോദ്യം ചോദിക്കട്ടെ? അപർണ മനോജ്. अपर्णा मनोज ചോദിക്കട്ടെ? പക്ഷി കാ അസ്തിത്വ ക്യാ ഹെ?
പക്ഷി കാ അസ്തിത്വ ക്യാ ഹെ? കേട്ടായിരുന്നു നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ കേട്ടായിരുന്നോ നീ? കേട്ട്. എന്താ പക്ഷിയുടെ നിലനിൽപ്പ്? എന്താ അസ്തിത്വം എന്ന് പറഞ്ഞ നിലനിൽപ്പ്? പക്ഷിയുടെ നിലനിൽപ്പ് എന്താണ്? അതിന്റെ തൂവലല്ലയോ? അപ്പൊ എന്ത് ഉത്തരം? പങ്ക്. പങ്കാണ് കേട്ടാ, പങ്ക്. ആ, കഹാനി കിസ്നെ ലിഖ? അടുത്ത ആളെന്ന് പറഞ്ഞേ. നവനീത്. നവനീത് എന്ന് പറഞ്ഞേ. ആ, മുക്തിബോധ്. മുക്തിബോധ്. ആ, മുക്തിബോധ്. ഇസ്കാ കഥാപാത്ര കോൻ കോൻ ഹെ? ഇതിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? പക്ഷി, ദീമക്, ഗാഡിവാല, പിതാ. പക്ഷി, ഗാഡിവാല, പിതാ. पक्षियों का स्वाभाविक आहार क्या क्या है? फिदा, पक्षियों का स्वाभाविक आहार क्या क्या है? कीड़ा, पल्ले, धान्यम, धान्य. അടുത്ത പാഠത്തിലെ നോട്ട്സ് ഒക്കെ എഴുതി എടുത്തായിരുന്നോ? കുറച്ചുകൂടെ എഴുതാനുണ്ടോ? നാലാമത്തെ പാഠത്തിലെയോ? നാലാമത്തെ പാഠം എല്ലാം കേട്ടോ നിങ്ങള്? പാഠം മൊത്തം കേട്ടല്ലോ? അതിന്റെ കുറച്ച് നോട്ടേ ഉള്ളായിരുന്നല്ലോ. എത്ര സമയം ഉണ്ടായിരുന്നേ? ഉണ്ട്. ഒരു കുറച്ച് നോട്ട് എഴുതിയുള്ള. അപ്പൊ നോക്കിക്കോ, കേട്ടോളൂ. അപ്പൊ ഈ നോട്ടൊക്കെ അയച്ചു തരുമ്പോഴേ നിങ്ങളങ്ങ് എഴുതണം. അടുത്ത പാഠത്തിന്റെ ഞാൻ പറയുന്നത് ജിസ് ഗലിമേ മേ രഹത്താകും. ഞാൻ താമസിക്കുന്ന തെരുവിൽ. ഒരെണ്ണം തന്നെ ഞാൻ ചോദിക്കട്ടെ. അതായത് ശ്രദ്ധ, ഇത് എഴുതിയതാരാ? ശ്രദ്ധേ. മിർസ ഗാലിബ്. മിർസ ഗാലിബ്. ആരായിരുന്നു മിർസ ഗാലിബ്? ഉറുദു കവിയായിരുന്നു ഇല്ല? ഒരു ഉറുദു കവിയായിരുന്നു ഇല്ല? ബഹദൂർ ഷാ സഫറിന്റെ കൊട്ടാര കവിയായിരുന്നു മിർസ ഗാലിബ്. ഇദ്ദേഹം എന്നത്തെ സംഭവം ഇവിടെ പറയുന്നത്? ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത്. ഒന്നാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തെ കാര്യം ഇല്ല? 1857 സംഭവങ്ങളാണ് ഇവിടെ വർണ്ണിക്കുന്നത് ഇല്ലയോ? അദ്ദേഹത്തിന്റെ ഒരു ഡയറി കുറിപ്പിൽ നിന്നാണ് ഈ ഭാഗം ഇല്ലേ? അപ്പൊ പാഠം ഏതാണ്? ഡയറിയാണ് കേട്ടോ, ഡയറിയാണ് ഭാഗം. നോക്കിക്കോ. നീ നോട്ടെല്ലാം എഴുതിയായിരുന്നോ? നോട്ട് എഴുതിയ? ഇല്ല. കേട്ടോണ്ടിരുന്നോ? പിള്ളേരൊന്നും ചെയ്തിട്ടില്ല. ലഗ ജൈസെ പാനി നഹി മൗത്ത് പീ രഹേ ഹോ. വെള്ളമല്ല കുടിക്കുന്നത്, മരണമാണ് കുടിക്കുന്നത്. വെള്ളമല്ല കുടിക്കുന്നത്, മരണമാണ്. യഹാ കിസ് ഹാലത്ത് കി ഓർ സങ്കേത് ഹെ. ഇവിടെ ഏത് അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്? ഇവിടെ ഏത് അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്? പാനിക്ക് മുഷ്കിൽ കി ഓർ സങ്കേത് ഹെ. എന്താണ്? വെള്ളത്തിന്റെ ദൗർലഭ്യമാണ്, പ്രയാസമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വെള്ളത്തിന്റെ പ്രയാസമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഗലിമേ രഹിനെ വാലെ. തെരുവിൽ താമസിക്കുന്നവർ. തെരുവിൽ, ഗലി എന്ന് പറഞ്ഞാൽ തെരുവ്, രഹിനെ വാലെ താമസിക്കുന്നവർ. തെരുവിൽ താമസിക്കുന്നവര് സഹരിയിലെ പാനീക്കോ പീക്കർ. എന്താ സഹരിയിലെ പാനി എന്ന് പറഞ്ഞാല്? വിഷാംശമുള്ള വെള്ളം. വിഷാംശമുള്ള വെള്ളം കുടിച്ച് അപ്പനി പ്യാസ് ബുച്ചായി, തങ്ങളുടെ ദാഹം അകറ്റി. വിഷാംശമുള്ള വെള്ളം കുടിച്ചവർ എന്ത് ചെയ്യുന്നു? തങ്ങളുടെ ദാഹം അകറ്റി.
അടുത്ത ചോദ്യം നോക്കിക്കോ. ഇൻകോ ഇസ്സത്ത് കെ സാത്ത് കർ വാപ്പസ് ചോട് ആവൂ. ഇവരെ വളരെ ആദരവോടെ എവിടെ കൊണ്ടുവിടാനാ പറഞ്ഞത്? കർ വാപ്പസ് ചോട് ആവൂ, വീട്ടിൽ തിരിച്ചു കൊണ്ടുവന്ന് വിടും. ബ്രൗൺ കെ സ്വഭാവ് കി കോൺസി വിശേഷത യഹാം പ്രകട ഹോത്തി ഹേ. ബ്രൗണിന്റെ സ്വഭാവത്തിലെ ഏത് പ്രത്യേകതയാണ് ഇവിടെ പ്രകടമാക്കുന്നത്? ഏക് ദിൻ, ഒരു ദിവസം, അംഗ്രേസ് ലോഗ്, ബ്രിട്ടീഷുകാര്, മിർസ ഗാലിബ്, ഉൻകെ ബच्चे, നൗകർ और कुछ पड़ोसियों को गिरफ्तार करके ബ്രൗൺ കെ സാമനെ പേശ് കിയ. ഒരു ദിവസം ബ്രിട്ടീഷുകാര് മിർസ ഗാലിബിനെ, അദ്ദേഹത്തിന്റെ മക്കളെ, അതുപോലെ ജോലിക്കാര്, കുറച്ച് അയൽക്കാര്, ഇവരെ എല്ലാം കൂടെ അറസ്റ്റ് ചെയ്തിട്ട്, ഗിർഫ്താർ കർക്കെ, അറസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തു? കേണൽ ബ്രൗൺ കെ ഗിർഫ്താർ കർക്കെ ബ്രൗൺ കെ സാമനെ പേശ് കിയ അല്ലയോ? കേണൽ ബ്രൗണിന്റെ മുന്നിൽ ഹാജരാക്കി. കേണൽ ബ്രൗൺ കെ പ്രശ്ന പർ ഗാലിബിനെ കഹ. കേണൽ ബ്രൗണിന്റെ ചോദ്യത്തിന് ഗാലിബ് മറുപടി പറഞ്ഞത്. കേണൽ ബ്രൗൺ കെ പ്രശ്ന പർ ഗാലിബിനെ കഹ. കേണൽ ബ്രൗണിന്റെ ചോദ്യത്തിന് ഗാലിബ് മറുപടി പറഞ്ഞ എന്താണ്? മേ ഉർദു മേ കവിത ലിഖ്താഹും. ഞാൻ എന്ത് ചെയ്യുന്നു? ഉറുദുവിൽ കവിത എഴുതുന്നു. യഹ് സുൻകർ, ഇത് കേട്ട്, ഉസ്കോ ഖുഷി ഹുയി, അയാൾക്ക് വളരെ സന്തോഷമുണ്ടായി. ആർക്ക് സന്തോഷമുണ്ടായി? കേണൽ ബ്രൗണിന് വളരെയധികം സന്തോഷമുണ്ടായി. ഇസ്സെ സമച്ചാ സക്താ ഹൈക്കി, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന എന്താണ്? ബ്രൗണിനെ കവിയോംകോ ആദർ കർത്താഹെ. ഈ കേണൽ ബ്രൗൺ ആരെ ആദരിക്കുന്നുണ്ട്? കവികളെ ആദരിക്കുന്നുണ്ട് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം, അല്ലെ? അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്നതുപോലെ അല്ല അവരെ അങ്ങോട്ട് കൊണ്ടുവിട്ടത്, ഇല്ലയോ? വളരെ ആദരവോടെ കൊണ്ടുവിടാനാ പറഞ്ഞത്. ഇപ്പൊ ബ്രിട്ടീഷുകാര് ആരെയൊക്കെയായിരുന്നു പിടിച്ചോണ്ട് പോയത് ഒരു ദിവസം? മിർസ ഗാലിബ്, അദ്ദേഹത്തിന്റെ 2 മക്കള്, ജോലിക്കാര്, പിന്നെ കുറച്ച് അയൽക്കാര്, ഇല്ലയോ? അറസ്റ്റ് ചെയ്തിട്ട് ആരുടെ മുന്നിലാ ഹാജരാക്കിയത്? കേണൽ ബ്രൗണിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ഹാജരാക്കി. കേണൽ ബ്രൗണിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ഹാജരാക്കി. കേണൽ ബ്രൗണിന്റെ ചോദ്യത്തിന് ഗാലിബ് ഉത്തരം പറഞ്ഞ എന്താണ്? ഞാൻ ഉറുദുവിൽ കവിത എഴുതുന്നു. അപ്പൊ ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് വലിയ സന്തോഷമുണ്ടായി. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? ബ്രൗൺ ആരെ ആദരിക്കുന്നുണ്ടെന്നാണ്? കവികളെ ആദരിക്കുന്നു, അല്ലേ? അടുത്തത്, മേരി തോ ഭൂക്ക് രഹ്നേക്ക് ആദത്ത് ഹോ ഗയി ഹേ. എനിക്ക് വിശന്നിരിക്കാനുള്ള ഒരു സ്വഭാവം തന്നെ കിട്ടി. ഗാലിബ് കോ ഭൂക്ക് രഹ്നേക്ക് ആദത്ത് കൈസി ഹുയി ഹോഗി. ഗാലിബിന് വിശന്നിരിക്കാനുള്ള സ്വഭാവം എങ്ങനെയായിരിക്കും കിട്ടിയത്? ഭൂക്ക് രഹ്ന എന്ന് പറഞ്ഞാല് വിശന്നിരിക്കാനുള്ള. അംഗ്രേസോംനെ ദില്ലി വാലോം കോ മാർന ശുരു കിയ. ബ്രിട്ടീഷുകാർ ദില്ലി വാസികളെ കൊല്ലാൻ തുടങ്ങി. സഭി കെ ബസ്തിയാം ജലാദി, എല്ലാവരുടെയും കുടിലുകൾ കത്തിച്ചു. മകാനോം കെ മാലിക്കോം കോ മാര, കെട്ടിട ഉടമകളെ കൊന്നു. ഗോരോം കെ ഹാത്ത് സെ ബച്ച് ഗയെ ലോഗ്, വെള്ളക്കാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകൾ. ഭൂക്ക് സെ തടപ്പിനെ ലഗെ, വിശന്ന് പിടയാൻ തുടങ്ങി. ഗാലിബ് കോ മിലെ ഭോജൻ, ഗാലിബിന് കിട്ടിയ ആഹാരം. ഭൂക്കി ലോകോം കോ ബാണ്ട് ദിയ, വിശന്ന ആളുകൾക്ക് വീതിച്ചു കൊടുത്തു. ഇസ് പ്രകാർ, ഇപ്രകാരം, ഉസ്കോ ഭൂക്ക് രഹ്നേക്ക് ആദത്ത് ഹോ ഗയി, വിശന്നിരിക്കാനുള്ള സ്വഭാവം കിട്ടി. അല്ലെ? ഗാലിബ് വിശന്ന ആളുകൾക്കൊക്കെ തന്റെ കയ്യിൽ കിട്ടുന്ന ആഹാരം എന്ത് ചെയ്തു കൊടുത്തു? വീതിച്ച് കൊടുത്തിരുന്നു. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന് വിശന്നിരിക്കാനുള്ള ഒരു സ്വഭാവം തന്നെ കിട്ടി. എന്തൊക്കെ ഇവിടെ പറഞ്ഞത്? ബ്രിട്ടീഷുകാർ ദില്ലിവാസികളെ കൊല്ലാൻ തുടങ്ങി. എല്ലാവരുടെയും കുടിലുകൾ കത്തിച്ചു. കെട്ടിട ഉടമകളെയൊക്കെ കൊന്നു. വെള്ളക്കാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകള് വിശപ്പ് കൊണ്ട് പിടയാൻ തുടങ്ങി. ഗാലിബിന് കിട്ടിയ ആഹാരം വിശന്ന ആളുകൾക്ക് വീതിച്ചു കൊടുത്തു. ഇപ്രകാരം വിശപ്പ് സഹിക്കാനുള്ള ഒരു സ്വഭാവം ആർക്ക് കിട്ടി? ഗാലിബിന് കിട്ടി. മേം കപ്പടെ കാരഹാകും, എന്താണ്? ഞാൻ വസ്ത്രമാണ് തിന്നുന്നത്.
इससे ഗാലിബ് കോ കിസ് ഹാലത്ത് കി ഓർ സങ്കേത് ഹെ. ഇതിൽ നിന്ന് ഗാലിബിന്റെ ഏതവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്? ഗാലിബ് കെ അന്ത് കാ ദിൻ ബഹുത്ത് ദയനീയത്ത. ഗാലിബിന്റെ അവസാന ദിനങ്ങൾ വളരെ ദയനീയമായിരുന്നു. ഇസ് വാക്യസെ ഉൻകി ഗരീബി കാ ഹാലത്ത് പ്രകട ഹോത്താ ഹെ. ഈ വാക്യത്തിൽ നിന്ന് അവരുടെ ദാരിദ്ര്യത്തിന്റെ അവസ്ഥയാണ് പ്രകടമാക്കുന്നത്. അദ്ദേഹത്തിന്റെ ദാരിദ്ര്യത്തിന്റെ അവസ്ഥ, അത് ഉൻകി ഗരീബോം കാ ഹാലത്ത് പ്രകട ഹോത്താ ഹെ. അദ്ദേഹത്തിന്റെ ദാരിദ്ര്യത്തിന്റെ അവസ്ഥ, ഗരീബോം കി ഹാലത്ത് പ്രകട ഹോത്താ ഹെ, ദാരിദ്ര്യത്തിന്റെ അവസ്ഥയാണ് പ്രകടമാക്കുന്നത്. അപ്പൊ ഈ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത് എല്ലാവരും വായിച്ച് പഠിച്ച് എഴുതി നോക്കണം കേട്ടോ. അതുപോലെ നോട്ട് കംപ്ലീറ്റ് ചെയ്യാത്തവരെല്ലാരും കംപ്ലീറ്റ് ചെയ്യുക.